ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ സംസാരിക്കുവാനായി എന്നോട് തന്നെ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. വായിച്ചാരേലും വേഗം സഹായിക്കണമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ. Epistle of Ephesians chapter 5 14 to 16. അതുകൊണ്ട് എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആകെ സൂക്ഷ്മത്തോടെ അല്ലാതായിട്ടല്ല ജ്ഞാനികളായിട്ടത്തെ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. Praise the Lord. Hallelujah. ആദ്യത്തെ എഫിഷ്യൻസിന് ഹല്ലേലൂയ എഫെസോസിലെ സഭയ്ക്ക് ആമേൻ പൗലോസ് എഴുതുമ്പോൾ ആമേൻ 5-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാവോ? ക്രിസ്തുവിന് അനുകാരികളായിരിക്കാൻ. ഹല്ലേലൂയ. നമ്മളെ ആരേലും അനുകരിക്കണമെങ്കിൽ നമ്മളായിരിക്കുന്ന ലോകത്തിൽ ഒത്തിരി പേരെ അനുകരിക്കുന്നവരാണ് അല്ലേ? ഹല്ലേലൂയ. എന്നാലോ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളോട് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതിന് കാരണം ഓരോന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് ഹല്ലേലൂയ. കാരണം എന്തെന്നാണ് ക്രിസ്തു പറയുന്നുണ്ട്, നമ്മള് ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇരുട്ടിന്റെ മക്കളായിരുന്ന നമ്മളെ കർത്താവ് ഹല്ലേലൂയ ക്രിസ്തുയേശു മുഖാന്തരം അവന്റെ വെളിച്ചം നമ്മളിൽ പ്രകാശിച്ചിരിക്കുകയാണ്. അതാണ് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്ക. ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. പ്രകാശം ആരുടെ മേൽ വന്നെന്നാ പറഞ്ഞേക്കുന്നത്? അയൽവക്കത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രകാശം വന്നിരിക്കുക മാത്രമല്ല, അവന്റെ തേജസ് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ എഴുന്നേൽക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രകാശവും വന്നിട്ടുണ്ട്, അവന്റെ മഹത്വം തേജസ് ഉദിച്ചിരിക്കുക. നീ ഒന്ന് എഴുന്നേറ്റാ മതി കേട്ടോ. എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താണ് പൗലോസ് പറയുന്നത്? ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുക. ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മള് എന്റെ കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേക്കുമെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഞാനൊന്ന് ഒരു റൗണ്ട് അടിക്കും, എല്ലാവരും എഴുന്നേറ്റോ എന്ന്. പഠിക്കാനൊക്കെ ഉള്ളപ്പോ പരീക്ഷയുള്ള എന്താണ്, ജീവനുള്ളവർ വീട്ടിൽ ഇരുന്നിട്ടല്ലേ പിന്നെ അങ്ങനെ നോക്കാനൊക്കത്തുള്ളൂ. ഇവിടെ പറഞ്ഞേക്കുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഹല്ലേലൂയ. ആരും എഴുന്നേൽപ്പിക്കാൻ പോകുന്നില്ല, മരിച്ചവരുടെ ഇടയിലാണ് കിടക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേറ്റേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ നമ്മളോട് പറയുന്നത് മരിച്ചവരുടെ ഇടയിലാണ്. ആരും എഴുന്നേൽപ്പിക്കുമെന്ന് വിചാരിക്കണ്ട, മരിച്ചവരുടെ ഇടയിലാണ്. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുന്നവർ തന്നെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിയുമ്പോ ഉണ്ടല്ലോ ക്രിസ്തു നിന്നിൽ ഉദിക്കും, അവന്റെ പ്രകാശം ഉദിക്കും. വിശ്വാസത്താൽ ഈ ദിവസങ്ങളില് ഒന്ന് എഴുന്നേറ്റേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് അവരെ പോലെ കഴിവില്ല, അതുമല്ല ഞാന് ഹല്ലേലൂയ ഇപ്പൊ വിമൻ സെക്രട്ടറി ഒന്നും അല്ല, പ്രസിഡന്റും അല്ല, അതിന്റെ ഫെലോഷിപ്പിന് എന്നെ ഒന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഹല്ലേലൂയ ലീഡർഷിപ്പ് ആകാനായിട്ട് കാത്തിരിക്കേണ്ട ചിലവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ലീഡർഷിപ്പ് സ്ഥാനം വന്നാലേ ഹല്ലേലൂയ പ്രവർത്തിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മീറ്റിങ്ങിനൊന്നും കയറത്തില്ല. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ അവരുടെ ടേൺ കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ആത്മീയ. ഹല്ലേലൂയ. സ്ഥാനം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിൽ ഹല്ലേലൂയ ഭയങ്കര ആത്മീയ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോലും വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കാലത്തേക്ക് വന്നിരിക്കുക. ദൈവസ്നേഹം നിറഞ്ഞവര്. ഹല്ലേലൂയ. എന്താണ് പാടിയത്? ഞാനോ കുറയണം. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ, നീ ഒന്ന് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരണം എന്ന് ആഗ്രഹിക്കുന്നവര് ആരായിരുന്നാലും കുഴപ്പമില്ല, എന്നെ കാണണ്ട. ഹല്ലേലൂയ. കർത്താവിനെ കാണുവാൻ, എന്നിലുള്ള കർത്താവിനെ കാണുവാൻ ഹല്ലേലൂയ വെമ്പൽ കൊള്ളുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നത് എന്തെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ, ദ വേർഡ് ഇന്ന് എഴുന്നേൽക്കാൻ എന്നുള്ളതാണ് എന്നോട് പരിശുദ്ധാത്മാവ്. ദൈവശബ്ദം ഞാൻ കേട്ടത് ഈ ദിവസങ്ങളിൽ സഹോദരിമാരാണ് എന്ന് പറഞ്ഞിരിക്കരുത്. ഹല്ലേലൂയ. എഴുന്നേൽക്ക.
ഹല്ലേലൂയ. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ദൈവം ഓപ്പർച്യൂണിറ്റീസ് തരും. ഹല്ലേലൂയ. ഇതുവരെയും ഇല്ലാത്ത, സുവിശേഷം ഇല്ലാത്തടത്ത്, സഹോദരിമാർക്ക് ഇതുവരെയും പ്രസംഗിക്കാൻ അവസരം കൊടുക്കാത്തടത്ത്, ആമേൻ, ഹല്ലേലൂയ, ദൈവമാണ് നിന്നെ വിളിക്കുന്ന, അയക്കുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, God will give you opportunity. ഹല്ലേലൂയ. അനേകം പേരുണ്ടെങ്കിലും, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവ് എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഹല്ലേലൂയ, കൊടുങ്കാറ്റിന്, ആമേൻ, വേലി കെട്ടാൻ ഒക്കുമോ? തിരമാലയ്ക്ക് വേലി കെട്ടാൻ ഒക്കുവോ? എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവസരമൊന്നും കിട്ടാത്ത കാരണം, കിട്ടിയല്ല കൊടുത്താലും വലിയ പ്രയോജനമില്ലെന്ന് കാണുന്നുണ്ടാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിന്റെ മഹത്വം തേജസ്സും എന്നോട് ഉദിച്ചുവെന്ന്, ഹല്ലേലൂയ, ഉദിച്ചില്ല എന്ന് തോന്നുന്നവര്, കർത്താവേ, ഈ ദിവസങ്ങളിൽ അത് ഉദിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രകാശം എന്നിൽ കാണാത്ത വണ്ണം എന്തേലും ഉണ്ടെങ്കിൽ, മറഞ്ഞു കിടക്കുന്ന എന്തേലും ഭാവങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഇരുട്ടിന്റെ ഏതെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് മാറ്റണമേ. ഹല്ലേലൂയ. ദാവീദ്, ആമേൻ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദാവീദാണെങ്കിൽ, ആമേൻ, ദൈവത്തിന് ഏറ്റവും ദൈവത്തിന്റെ ഹൃദയമുള്ളവൻ, അല്ലെ, ദ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അവന്റെ ജീവിതം നോക്കിയാല് അറിയാം, ജീവിതത്തിൽ പലപ്പോഴും അവൻ പ്രധാനമായ തെറ്റ് കാണിച്ചത് നമുക്കറിയാം. ഉരിയാവിന്റെ ഭാര്യയെ അവനെ കൊന്നിട്ട് ഭാര്യയായി എടുത്തു. പക്ഷെ അത് കുറ്റമായി തോന്നുന്നില്ല. പ്ലാൻ ചെയ്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വ്യഭിചാരം ചെയ്ത ഒരാളാണ് ദാവീദ്. കർത്താവിന് ഉടനെ തന്നെ ദാവീദിനെ ഇല്ലാതാക്കാമായിരുന്നു, പാപം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്തെന്നറിയാവോ? ദാവീദിന്റെ അടുത്തേക്ക്, ഹല്ലേലൂയ, ആമേൻ, നാഥാൻ പിന്നെ പ്രവാചകനെ അയക്കുന്നു. ഹല്ലേലൂയ. 2 ശമൂവേൽ 12 പോയി വായിച്ചാൽ മതി. അതൊന്നും എന്റെ സബ്ജക്റ്റ് അല്ല. എന്തിനാന്നറിയാ? പാപബോധം കൊടുക്കാൻ. ഈ ദിവസങ്ങളിൽ ദാവീദ് അവന്റെ തലമുറയില് ദൈവഹിതപ്രകാരം ചെയ്ത് നിദ്ര വെച്ച എന്ന്, ആമേൻ, 70-600 കൂടുതൽ വർഷം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തില് പരിശുദ്ധാത്മാ 36-ാം വാക്യത്തിൽ എഴുതുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ദാവീദോ അവന്റെ തലമുറയിൽ, ഹല്ലേലൂയ, ദൈവഹിതം ചെയ്തത് എന്താണ്? അവൻ, കർത്താവേ, ഹല്ലേലൂയ, ആ പാപം ചെയ്തെന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ദാവീദിന് മനസ്സിലായില്ല ദാവീദിനോടാ പറയുന്നതെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട്, ആമേൻ, നാഥാൻ പ്രവാചകനോട് ചോദിച്ചു, ആരാത്? ഹല്ലേലൂയ, നീയാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവൻ തന്നെ ന്യായവിധി, ഹല്ലേലൂയ, എന്ത് ചെയ്യണമെന്നുള്ളതും അവൻ തന്നെ സമ്മതിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് 51-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് കരയുന്നുണ്ട്, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ എന്റെ ഇന്ന ഭാഗത്തുള്ളത് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. എന്തേലും മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, എന്റെ പാപങ്ങള് എന്റെ തലമുറയ്ക്ക് തടസ്സമായി, എന്റെ സഭയുടെ ദേശത്തിന്റെ തടസ്സമായി, അങ്ങക്ക് എന്നെ ഉപയോഗിക്കാൻ കഴിയാൻ വയ്യാതെ, അങ്ങയുടെ പ്രകാശം എന്നിൽ പ്രകാശിക്കാൻ കഴിയാതെ എന്തേലും കിടപ്പുണ്ടെങ്കിൽ, കർത്താവേ, ഹല്ലേലൂയ, അങ്ങയ്ക്ക് വേണ്ടി പ്രകാശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്, ഹല്ലേലൂയ, പറയുന്നിടമേൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ പ്രകാശം വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പെട്ടെന്ന് എബനേസർ എന്നുള്ള വാക്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ഉടനെ, ഹല്ലേലൂയ, പല സഹോദരിമാർ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചിന്തയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ. ആദ്യമായി പേര് എബനേസർ, പിന്നെ എങ്ങനെയാണ് അത് കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല, എന്റെ ചരിത്രം. എബനേസർ മലയാളം ഫെലോഷിപ്പ് എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. എങ്കില് ഞാൻ അതിലേക്ക് ആദ്യം ഒന്ന് കടക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. ഈ എബനേസർ വന്നിട്ടുള്ള ഭാഗം ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആമേൻ. ആദ്യമായി 1 ശമൂവേൽ 1:9-10 ഒന്ന് വായിച്ചു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവേസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹന്ന എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എഫേസ്യരിനകത്ത് പഠിച്ചു, എഴുന്നേറ്റ് കഴിയുമ്പോൾ
യേശുക്രിസ്തുവിന്റെ പ്രകാശം നമ്മളിലേക്ക് വരും. പിന്നെ എങ്ങനാണ് ജ്ഞാനികളായി നടക്കണം. പിന്നെന്തുകൊണ്ടാണ് കാലം എങ്ങനാണ്? ഹല്ലേലൂയ, ആമേൻ. The days are evil. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നഷ്ടമായവര്, ആമേൻ, ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ നഷ്ടമായതൊക്കെയും ഹല്ലേലൂയ റെഡീം ചെയ്ത് നമ്മൾ ഇനി നടക്കാൻ വേണ്ടിയുള്ള കാര്യം പറയുകയാണ്. ഹല്ലേലൂയ. ഹന്നയുടെ ജീവിതത്തിൽ നാളുകളായി കരയുക ഒരു കുഞ്ഞിന് വേണ്ടി. ആമേൻ. ആ സമയത്ത് ഇതാ പെനിനായിക്ക് 10 കുഞ്ഞുങ്ങളായി കഴിഞ്ഞു. ഹല്ലേലൂയ. കരഞ്ഞിരിക്കുക. എന്താണ് ദൈവം ഉത്തരം തരാത്തത്? ഹല്ലേലൂയ. നാളുകളായിട്ട് കരയുന്നുണ്ട്. ദൈവം അടച്ചതാണ്. ഹല്ലേലൂയ. ദൈവമാണ് ഹന്നയുടെ ഗർഭം അടച്ചിരിക്കുന്നത്. എങ്കിലോ ഹല്ലേലൂയ ഇവിടെ എഴുന്നേറ്റു. ഹല്ലേലൂയ. അന്ന് ആ പ്രാവശ്യത്തെ കരച്ചിലിനൊരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ദൈവം ചിലതൊക്കെ അടയ്ക്കും. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ, ദൈവദിനം എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ, അതിന്റെ പ്രതിഷ്ഠയിലേക്ക് വരുവാൻ ചിലപ്പോൾ ചില വാതിലുകള്, ചിലതൊക്കെ ദൈവം പരിശുദ്ധാത്മാവ് നമ്മൾ ഹല്ലേലൂയ അനുവദിക്കും. ഹല്ലേലൂയ. ഇവിടെ ഹന്നയുടെ ജീവിതത്തിൽ 10 കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 10 കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ 1 വർഷം വെച്ചാണ് ഓരോ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഹല്ലേലൂയ 10-15 വർഷമെങ്കിലും ഹല്ലേലൂയ ആയി കാണും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ഇപ്പൊ എഴുന്നേറ്റു. എല്ലാരും തിന്നു കുടിച്ചിരിക്കുമ്പോൾ ഹന്ന എഴുന്നേക്കുകയാണ്. എവിടോട്ടാ പോകുന്നത്? ഹല്ലേലൂയ. ആലയത്തിൽ പോകാത്തവരാണോ? എപ്പോഴും ആലയത്തിൽ പോയോളാ. ഹല്ലേലൂയ. പോകുന്നോളാ. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നോളാ. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ദേശത്തിന്റെയും രാജ്യത്തിന്റെയും ജനത്തിന്റെയും ആവശ്യം അവൾ കാണുകയാണ്. ഹല്ലേലൂയ. അവക്ക് ഒരു തലമുറയെ കിട്ടണമെന്നുള്ളതിനെക്കാട്ടിലും ദൈവത്തിന്റെ ആഗ്രഹമാണ് ആ തലമുറയില് ഹല്ലേലൂയ ഏലിയുടെ കുഞ്ഞുങ്ങള് ദൈവത്തെ സേവിക്കുന്നവരില്ല. അതുകൊണ്ട് ഹല്ലേലൂയ ഹന്ന മനസ്സിലാക്കി ദൈവഹിതം ഹല്ലേലൂയ എനിക്കൊരു തലമുറയെ കിട്ടുന്നതിനെക്കാട്ടിലും ആവശ്യം ഇസ്രായേൽ ജനത്തിന് ഒരു ന്യായാധിപതി വേണം, ഒരു പ്രവാചകൻ വേണം. ഹല്ലേലൂയ. ആമേൻ. വചനം ദുർലഭമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദർശനം ഇല്ലാതിരിക്കുമ്പോൾ ഹന്ന മനസ്സിലാക്കി ആത്മീകമായ ഹല്ലേലൂയ അവസ്ഥകള്, ദേശത്തിന്റെ അവസ്ഥകള്, ജനത്തിന് ആവശ്യമായിരിക്കുന്നത് എനിക്കൊരു പൈതലിനെ കിട്ടുന്നതിനെക്കാട്ടിലും ആവശ്യമായിരിക്കുന്നത് ദൈവജനത്തിന് ദൈവത്തിന്റെ ആലോചന പറയുവാൻ ഒരു പ്രവാചകൻ ഉണ്ടാകണം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. മലയാളികളായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഡോക്ടർമാരാക്കാനും എഞ്ചിനീയർമാക്കാനും നേഴ്സാക്കാനും ഒക്കെ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ചെയ്യുന്നു. എങ്കിലോ ഹല്ലേലൂയ ഈ നാളുകളില്, ഈ തലമുറയില് ദൈവത്തിന് വേണ്ടി വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി നിൽക്കുന്ന തലമുറകൾ ഇല്ലെന്നറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളില്, കർത്താവേ എന്റെ ഒരു തലമുറയെങ്കിലും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ചില പ്രവാചകന്മാരായി, ചില ഹല്ലേലൂയ ആമേൻ പാസ്റ്റർമാരായി, ലീഡേഴ്സായി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. കുഞ്ഞായിരിക്കുമ്പോ എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. ആമേൻ. എൻ്റെ ബ്രദറിന് വേണ്ടി, കർത്താവെ മോനെ സുവിശേഷ വേലക്കാരനാക്കണേ എന്നും കേൾക്കി ഞാൻ കുഞ്ഞായിരിക്കുമെന്ന് അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞിട്ടുള്ള കഥയാണ്. തീരെ കുഞ്ഞായിരിക്കുമ്പോ ഒന്നും കേൾക്കാം, മോനെ സുവിശേഷ വേലക്കാരനാക്കണേ. ഹല്ലേലൂയ. പെട്ടെന്ന് ഹല്ലേലൂയ ഒരു ദിവസം ഞാൻ കുഞ്ഞായിരുന്നു, അമ്മ പറഞ്ഞു 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. പെട്ടെന്ന് കേടാം. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തോണേ, അമ്മ എനിക്ക് കുഞ്ഞിലെ ഒരു പാ മേടിച്ചു തന്നിട്ടുണ്ട്, ഒരു തലത്തുണി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സുവിശേഷ വേലക്കാരനാക്കണമെങ്കിൽ അതുപോലെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. ഹല്ലേലൂയ. എനിക്കൊരു പ്രാർത്ഥന വീര്യയാക്കണമെന്ന് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നപ്പം അമ്മയ്ക്ക് ഹല്ലേലൂയ എനിക്കൊരു പായും ഒരു ഹല്ലേലൂയ അമ്മ പ്രാർത്ഥിക്കുമ്പോ അപ്പത്ത് ഹല്ലേലൂയ മോളും പോയി യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് എനിക്കൊരു പായും ഒരു തല തുണിയും തന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞു പ്രായത്തിൽ തന്നെ എല്ലാത്തിനും പോയി പ്രാർത്ഥിക്കാൻ പറയുവായിരുന്നു.
ഹല്ലേലൂയ. അതുകൊണ്ട് പലർക്കും ഫാസിനേറ്റഡ് ആയിരുന്നു കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ കൊച്ചിലേ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ. അല്ലല്ല, അവർക്കൊക്കെ കാരണം എന്തെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന അമ്മ മാത്രമല്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അമ്മയായിരുന്നു. ഹല്ലേലൂയ. കൊച്ചുമക്കളെ കിട്ടുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കൈ കിട്ടുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാണ് അവസാനമായി മകളുമായി പ്രാർത്ഥിച്ചത്, മകനുമായി പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഭാരം ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥിച്ചത് എന്നാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഇരിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല പറയാ, തന്നെ ഇരുന്ന് കുഞ്ഞുങ്ങളുമായി ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വേറെ ആരും ഐക്യതയോട്, ഇത് രണ്ടുപേർ ഐക്യതയോട്, ഒരമ്മയും പൈതങ്ങളുമായിട്ടുള്ള ഐക്യതയിൽ അപ്പുറം എന്തോ ഐക്യതയാ വരാൻ. ഹല്ലേലൂയ. പെറ്റമ്മ, ആമേൻ. ഹല്ലേലൂയ. പ്രസവ വേദന എടുത്ത അമ്മ. ഹല്ലേലൂയ. നമ്മുടെ അത്രയും വേദന ആർക്കും വരത്തില്ല കേട്ടോ. പ്രാർത്ഥിക്കാൻ പറയുന്നവർക്ക് വരത്തില്ല. ആ വേദനയോട് പൈതങ്ങളുമായി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ഹന്നായുടെ പ്രാർത്ഥന എങ്ങനെയാണ് എഴുതിയിരിക്കുന്ന 9ാമത്തെ വാക്യത്തിനകത്ത്? അവൾ എഴുന്നേറ്റു ആലയത്തിൽ പോയി. എങ്ങനെ പ്രാർത്ഥിച്ചെന്നാ എഴുതിയേക്കുന്നത്? മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹല്ലേലൂയ. മനോവ്യസനത്തോട് കരഞ്ഞു. എന്തുവാ? മക്കളെ തരണമെന്നല്ല പറഞ്ഞേ, പൂജ അല്ലല്ലോ, അല്ലെ, പിന്നെ ആൺപ്രജയെ തരണമെന്നും അത് മാത്രമല്ല, അത് ദേവാലയത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഹല്ലേലൂയ. ഇത്രയും വർഷക്കാലം പ്രാർത്ഥിച്ചല്ല അവൾ എഴുന്നേറ്റു. ആലയത്തിൽ ചെന്നപ്പോ ഒരുപക്ഷെ കണ്ടു കാണും, ഏലിയുടെ മക്കള് കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ കണ്ടു കാണും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഹല്ലേലൂയ അശുദ്ധിയും അനാത്മീയവും കണ്ടു കാണും. അതുകൊണ്ട് അന്ന് അവൾ എഴുന്നേറ്റു. എന്താണ്? കർത്താവേ, എനിക്കൊരു തലമുറ തന്നാൽ ഹല്ലേലൂയ, 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 ഞാൻ അങ്ങയുടെ ദേവാലയത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഇന്ന് എത്ര പേർക്ക് ഭാരമുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാത്മീയം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, എന്റെ തലമുറ, എനിക്ക്, ഞങ്ങൾക്ക് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സത്യത്തിന് വേണ്ടി, വേർപാടിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഹല്ലേലൂയ, ആമേൻ. ഭക്ഷണത്വം കൊണ്ട് പെരുകുന്നുണ്ട്, കാര്യങ്ങളും ഇന്നത്തേക്കാ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ബട്ട് വാട്ട് വി ആർ ഡൂയിങ് അബൌട്ട് ഇറ്റ്? ഹല്ലേലൂയ. ിരിക്കുകയല്ല അന്ന. ഹല്ലേലൂയ. അതിന്റെ നടുവില് കർത്താവേ, എനിക്കൊരു മൈതലിനെ തരണമേ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ഹല്ലേലൂയ പ്രവാചകനായി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയാവോ? 2ാമത്തെ അധ്യായം വന്നപ്പോൾ ഹല്ലേലൂയ കരഞ്ഞവൾ എങ്ങനായെന്നറിയാവോ? ഹല്ലേലൂയ. ദൈവം കരഞ്ഞു. നമുക്ക് കേൾക്കാം. ഏലി ഹല്ലേലൂയ. ഏലിക്ക് ആദ്യം മനസ്സിലായില്ല ഈ കരച്ചിൽ എന്താണെന്ന്. ഹല്ലേലൂയ. എന്നാലോ മനോവ്യസനത്തോടുള്ള പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ മുഖം ഹല്ലേലൂയ വാടിയതേ ഇല്ലെന്നാ പറഞ്ഞത്. 2ാം അധ്യായം 1ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പിന്നെന്തുവാണ് ചോദിക്കാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു എന്തെന്നാൽ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ആമേൻ. പറയണേ. ഹല്ലേലൂയ. ദൈവസന്നാഹത്തിൽ കരഞ്ഞു പറയുന്നവർ പിന്നെ പറഞ്ഞു തുടങ്ങും കേട്ടോ. ഹല്ലേലൂയ. നീ പിന്നെ കരഞ്ഞോണ്ടിരിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കരയുന്നവര് പിന്നെ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവം ഉത്തരം ഈ ദിവസങ്ങളിൽ. ആമേൻ. ദൈവജനമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അധികാരവും ശക്തിയും അഭിഷേകവും ദൈവത്തിന്റെ ഹല്ലേലൂയ ആ വെളിച്ചം നമ്മളിൽ ഉദിച്ചിരിക്കുന്നത് കൊണ്ട്, പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അന്തല ജൂതലക്ഷസാരക ഈ ദിവസങ്ങളിൽ ഡിക്ലെയർ ചെയ്യണം. യേശുവിന്റെ നാമത്തില്, അവന്റെ അധികാരത്തില് ഹല്ലേലൂയ കൽപ്പിക്കുകയാണ്. എന്തോ കൽപ്പിച്ചെന്നറിയാവോ? 2:10 വായിച്ചേ. 2:10. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്തു നിന്ന് അവന്റെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.
അവളങ്ങ് ഡിക്ലെയർ ചെയ്യാണ്. ഹല്ലേലൂയ. എന്നാലോ ഹല്ലേലൂയ, പലപ്പോഴും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എബനേസർ എന്ന് കേട്ടപ്പോ ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഹല്ലേലൂയ. എഴുന്നേറ്റു. ഹല്ലേലൂയ. പിന്നെ ഡിക്ലെയർ ചെയ്യാണ് ദൈവത്തോട്, കർത്താവേ, ഇവർക്കെതിരെ വരുന്ന ശത്രുവിനെ മിന്നലുകൊണ്ട് ഇല്ലാതാക്കണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഡിക്ലെയർ ചെയ്യാണ്. 1 ശമൂവേൽ 7:10 നോക്കിക്കേ. ദൈവം അത് കേട്ടോ. ഹല്ലേലൂയ. മിസ്പായിൽ കൂടി, ഭയങ്കര ഉണർവാണ്. കൂടിയെന്ന് കേട്ടപ്പം ഹല്ലേലൂയ, ശത്രു ഫെലിസ്ത്യൻ വരികയാണ്. ഹല്ലേലൂയ. എപ്പം ദൈവജനം ഉണർന്നെന്ന് കാണുമ്പോൾ ശത്രു വരും കേട്ടോ. ശത്രു വരുമ്പോൾ ഹല്ലേലൂയ, ആമൻ, യാഗപീഠം പണിതു. അവിടെ വലിയ മിസ്പായിൽ ഭയങ്കര ഹല്ലേലൂയ അനുതാപവും കരച്ചിലും യാഗവും എല്ലാം നടക്കുന്നെന്ന് കണ്ടപ്പോൾ ശത്രു വരികയാണ്. എപ്പോഴാന്നറിയാവോ? ദൈവത്തിന് വേണ്ടി കൂടുതൽ അടുക്കുമ്പോൾ ശത്രു മുന്നോട്ട് വരും. പക്ഷേ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അത് അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, ശമൂവേലിനോട് പ്രാർത്ഥന നിർത്തല്ലേ. ഹല്ലേലൂയ. എങ്കിലോ ഹല്ലേലൂയ, ഈ ശമൂവേലിനെ എങ്ങനെ വിടുവിച്ചത് ഒന്ന് വായിക്കാമോ? ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. പ്രൈസ് ദി ലോർഡ്. ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് ഹല്ലേലൂയ, ദൈവം അതുപോലെ അങ്ങ് ചെയ്യാണ്. ഹല്ലേലൂയ. മിന്നൽ കൊണ്ട് ഫെലിസ്ത്യനെ ഇല്ലാതാക്കിയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴാണ്, ആ സ്ഥലത്തിനാണ് എബനേസർ എന്നിട്ട് ദൈവം ഇതുവരെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Either though he helped us, ഇത്രത്തോളം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയാമോ? ഇത്രത്തോളം സഹായിച്ചെങ്കിൽ ഇനി സഹായിക്കുമെന്ന്. ഈ എബനേസർ മലയാളം ഫെലോഷിപ്പിനകത്ത് ഇതുവരെ കൊണ്ടുവന്നവര് സിംഗപ്പൂരിലും പല സ്ഥലങ്ങളിലും നിന്നെ അവിടെ കൊണ്ടുവന്നെങ്കിൽ, ഈ ദേശത്ത് ഒന്നും അറിയാത്ത ദേശത്ത്, ആമൻ, ഭാരതത്തിൽ കിടന്നവര് അനേക രാജ്യത്ത് നിന്നെ കൊണ്ടുവന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ സഹായിച്ചു ഇതുവരെ എത്തിയെങ്കിൽ അവൻ സഹായിയായി ഇനിയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കഷ്ടങ്ങൾ വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, അവൻ ശത്രു എഴുന്നേൽക്കട്ടെ, നിനക്കെതിരെ എഴുന്നേൽക്കും. ഇതുവരെ സഹായിച്ചവൻ നിന്നോട് കൂടെ അവൻ യുദ്ധം ചെയ്യും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അന്ന പറഞ്ഞ പോലെ അങ്ങ് ദൈവം ചെയ്തു ശമൂവേലിന് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ പ്രാർത്ഥിച്ചയക്കുക മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ മകനെതിരെ, അവരുടെ കുടുംബജീവിതത്തിനെതിരെ, എന്റെ മകൾക്കെതിരെ, അവരുടെ വിദ്യാഭ്യാസത്തിനെതിരെ, അവർക്ക് ആരോഗ്യത്തിനെതിരെ വരുന്ന ശത്രുവിനെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇല്ലാതാക്കുവാൻ കൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഹന്നമാര് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ ഹന്നമാര് കൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. സിംഗപ്പൂർ ദേശത്ത് സഭയ്ക്കെതിരെ, സഭയുടെ വളർച്ചയ്ക്കെതിരെ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ ഉയരുന്ന ശത്രുവിനെ ഹല്ലേലൂയ കർത്താവിനോടൊന്ന് പറ. ആമേൻ. കർത്താവേ, ഈ ദിവസങ്ങളിൽ നീ ഇറങ്ങി വന്ന്, ചാഞ്ഞിറങ്ങി വന്ന്, ഹല്ലേലൂയ, ശത്രുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ മലേ, ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ നിൽക്കുന്ന മലേ ആമേൻ ഉരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇറങ്ങി, ഹല്ലേലൂയ, ആമേൻ, ആകാശം കീറി, ഹല്ലേലൂയ, അവൻ തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വരുന്നവൻ. ഹല്ലേലൂയ. പറഞ്ഞാട്ട് നിനക്ക് വേണ്ടിയും, നിന്റെ തലമുറയുടെ വിഷയത്തിന് മുമ്പില്, നിന്റെ ആരോഗ്യത്തിന്റെ വിഷയത്തിന് മുമ്പില് ഇറങ്ങി വരുവാൻ, ആകാശം കീറി ഇറങ്ങി വരുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. 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 അത് വിശ്വസിച്ച് ആമേൻ ഈ ദിവസങ്ങളിൽ അത് വിശ്വസിച്ച് ഇതൊന്ന് എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേക്ക്. എന്തിനാന്നറിയാമോ എഴുന്നേക്കേണ്ടത്? ആദ്യമായി ഹല്ലേലൂയ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യുവാൻ, ശത്രുവിനെതിരെ ഡിക്ലെയർ ചെയ്യുവാൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാവോ? ഹീസ് ആൻ എബനേസർ. ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയവനായിരിക്കുന്നോണ്ട് അവൻ നിന്നോട് കൂടെ, അവന്റെ വലം കൈ, അത്ഭുതം ചെയ്യുന്ന കരം നിന്നെ ഹല്ലേലൂയ കരം പിടിച്ച്
എഴുന്നേറ്റ് നടത്തും, അവൻ നിന്റെ സഹായിയായി. യെശയ്യാവ് 41:10 പറഞ്ഞിരിക്കുന്ന പോലെ, യാഹ്വേ ഐ ആം ദ ഗാഡ്, യാഹ്വേ ഹല്ലേലൂയ, ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ. രണ്ടാമത് വേറൊരു സഹോദരി എഴുന്നേറ്റ് എന്ന് വായിച്ചാട്ടെ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ഹല്ലേലൂയ, ആമേൻ, 1-ാം അധ്യായം 39 ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്കറിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം. ആമേൻ. അത്രയും ഇപ്പം നോക്കട്ടെ. മറിയ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എപ്പോഴാ മറിയ എഴുന്നേറ്റെന്നറിയാമോ? ഞാൻ തിരിച്ച് ഈ ഭാഗത്തേക്ക് വരാം. 1:38 വായിച്ചു. ഇതാ അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ നാളിൽ മറിയ എഴുന്നേറ്റു എന്ന് പറയുന്നത് എത്രന്നറിയാവോ? എന്തുവാന്നറിയാവോ? ഹല്ലേലൂയ. ആമേൻ. നമുക്ക് സഹോദരിമാരായിരിക്കുന്നവർക്ക് അറിയാം അല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസിയുടെ ടൈം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഇറ്റ്സ് നോട്ട് ഹല്ലേലൂയ യാത്ര ചെയ്യലൊന്നും സൂക്ഷിക്കണമെന്നും പ്രഗ്നന്റ് ആയിരിക്കുന്നതൊക്കെ ഹല്ലേലൂയ ആമേൻ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞിന് വരുമോന്നൊക്കെയാ പറഞ്ഞേക്കുന്നല്ലേ. ഇവിടെ ആ നാളുകളിൽ എത്ര മൈലാന്നറിയാം? ഞാനൊന്ന് പോയി നോക്കി. ഹല്ലേലൂയ. ഇവിടെ വണ്ടിയെ പോയെന്നല്ല പറഞ്ഞേക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പുറപ്പെട്ടൊരു നടപ്പാ. ഹല്ലേലൂയ. പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് അവർക്ക് ഭയമൊന്നുമില്ല. ഹല്ലേലൂയ. എന്താ കേട്ടു? ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ആന്റി ഇപ്പോൾ ഹല്ലേലൂയ ഒരാളത്ത് മച്ചിയായവൾ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഉദാചാരക സന്തലക്ഷസാരക. ആമേൻ. എത്ര മൈലെന്നറിയാവോ? 100 മൈല്. മലനാട്ടിൽ എന്ന് പറയുമ്പോ ഓർത്തോണേ, എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാന്ന് എഴുതിയേക്കുന്നത്. അത് 1336 feet above the elevation. ഒന്ന് ഓർത്തോണേ, ചുമ്മാ ഒന്നുമല്ല. നമുക്ക് ആരോഗ്യമുള്ളവർക്ക് നേരെ നടക്കാൻ പറ്റുന്ന പ്രയാസമാണ്. അല്ലല്ലോ. അന്നേരം ഓർത്തോണേ 100 മൈല്. ഹല്ലേലൂയ. ഇത്രയും എലിവേഷൻ ഉള്ളവര് ഗർഭിണിയായവള് നടക്കുക. ഹല്ലേലൂയ. എന്തെന്നറിയാവോ? അവളിൽ ഒരു ഹല്ലേലൂയ ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു പ്രജ ഉളവാകി എന്ന് കേട്ടപ്പോൾ ആ ശക്തി കൊണ്ട് ഹല്ലേലൂയ അവൾ പുറപ്പെട്ടു. ബന്ധപ്പെട്ട മലനാട്ടിലാണേലും അവൾ നടക്കുവാനുള്ള ശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇരിക്കുകയല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം അസാധ്യമായത് മച്ചിയായ അവിടെ ആന്റിന് ഹല്ലേലൂയ ആമേൻ കസിന് ഹല്ലേലൂയ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു നടപ്പാണ്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഈ നടപ്പ് വരാനുള്ള കാര്യമുണ്ട്. ഈ ശക്തി എവിടുന്നാ വന്നെന്നറിയാവോ? ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോ മറിയ പറഞ്ഞു, എന്തുവാണ്? ദൈവഹിതം പോലെ നടക്കട്ടെ. ഹല്ലേലൂയ. ദൂതൻ അതുവരെ പോയില്ല കേട്ടോ. ദൈവത്തിന്റെ അനുവാദം വേണം. ദൈവം പറഞ്ഞാലും പോരാ, ദൈവം വെയിറ്റ് ചെയ്യും. നമ്മൾ പറയണം യെസ് ലോർഡ്. ഹല്ലേലൂയ ആമേൻ. മറിയോട് പറഞ്ഞിട്ടും ഹല്ലേലൂയ ദൈവം വെയിറ്റ് ഫോർ. എന്തുകൊണ്ടാണെന്നറിയോ പലതും ചെയ്യാത്ത? പലതിട്ടും പറഞ്ഞിട്ട് ദൈവം വെയിറ്റ് ചെയ്യാണ് നിന്റെ ഹല്ലേലൂയ നമ്മുടെ യെസ് കേൾക്കാനായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ യെസ് കേട്ട് കഴിഞ്ഞപ്പോ ദൂതൻ അവിടുന്ന് വിട്ടെന്ന്. ഹല്ലേലൂയ. അന്നേരം ഞാനോർത്ത് അവിടെ എന്താ അങ്ങനെ എഴുതിയേക്കുന്നത്? അവളെ യേശു പറഞ്ഞു ദൈവഹിതം പോലായിത്തീരുവാൻ അവളെ തന്നെ ലെറ്റ് യുവർ വിൽ ബി ഡൺ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ ഓർത്തോണേ, കന്യകയായവള് ഹല്ലേലൂയ അത്ര എളുപ്പമല്ല. ഹല്ലേലൂയ കല്യാണ വിവാഹ ആലോചനയൊക്കെ പറഞ്ഞിരിക്കുക. ആമേൻ. ആ സമയത്ത് പ്രഗ്നന്റ് ആയെന്ന്. അയ്യോ ആമേൻ. നമ്മളറിഞ്ഞ പറഞ്ഞ അയ്യോ എന്തോ ഒരു പ്രയാസമായിരുന്നു. ഇനിയിപ്പം ജോസഫ്
കെട്ടുവോന്ന് അറിയത്തില്ല. അവിടെ എല്ലാം ഹല്ലേലൂയ തകരം മറിയും. അവിടെ ഭാവി സർവ്വതും പോകും അല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ യോസഫുമായിട്ട് കല്യാണാലോചന നടക്കുക. ഹല്ലേലൂയ. കല്യാണാലോചനയുടെ ഇടയ്ക്കാണ് ദൈവഹിതം ചെയ്യാൻ യേശു പറയുക. എന്തുവാ ദൈവഹിതം? ഗർഭം ധരിച്ചെന്ന്. കർത്താവെ, ഇനി യോസഫിനെ ആരാ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. യോസഫ് അതൊന്നും ചോദിച്ചില്ല. യോസഫിനെ ആരാ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇത് ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണെന്ന് ആരോട് പറയണമെന്നൊന്നും അവൾ ഓർത്തില്ല. ഹല്ലേലൂയ. അവള് പുറപ്പെട്ടു പോയി. ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ നേരെയാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്താണ്? അവള് മറിയ ദൈവഹിതത്തിന് വേണ്ടി ഏറ്റുവെച്ചപ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാം ഈ ദൂതൻ പോയി കാര്യം ശരിയാക്കുന്നു. ഒന്ന് വായിക്കണേ മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നോക്കാം മത്തായിയുടെ സുവിശേഷം 1:20 വായിച്ച്. എവിടെ ഈ ദൂതൻ? ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുമ്പോ ഉണ്ടല്ലോ, ഭർത്താവ് എന്നാ പറയും, വീട്ടുകാരെന്നാ പറയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ദിവസങ്ങളില് സ്നാനമേൽക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നീ ഭയപ്പെടേണ്ട. ദൈവം പറഞ്ഞതാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോലി രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ ബാക്കിയുള്ള കാര്യം ചെയ്തോളൂ. ഹല്ലേലൂയ. ജാരക സന്തലക്ഷസാരക ദൂതൻ പോവുകയാണ്. യോസഫിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നിവർത്തിക്കുന്ന പിന്നെ ദൈവമാണ് കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ മുന്നിലുള്ള എല്ലാ വഴികളും ദൈവം നിരപ്പാക്കിക്കൊള്ളും. ഹല്ലേലൂയ. ഈ ദൂതൻ പോകുന്ന പോലെ ഒരു കാര്യം കൂടെ ഒന്ന് വായിക്കണേ. ദൈവം ദൂതന് എഴുന്നേൽപ്പിക്കാനും അറിയാം. പത്രോസ് ഒന്ന് വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്തു തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒട്ടും ഓർക്കുന്നില്ല. എന്താ വന്നാലും നല്ലതായിട്ട് കിടന്നുറങ്ങുക. അല്ലല്ലോ, പത്രോസിന് പേടിയുമില്ല. നാളെ എന്താ വായിത്തീരുമെന്ന് പേടിയില്ല. നമ്മളായിരുന്നെങ്കിൽ നമ്മളെ അടിച്ച് ഒന്നാമത്തെ കാര്യം യാക്കോബിനെ ഒന്നാമത് കൊന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെയാണ് ചേർത്തത്. നമ്മളായിരുന്നു എന്തുമാത്രം വെപ്രാളം കണ്ടേനെ. കിടക്കുകയാണ്. പക്ഷേ ദൈവസഭ പ്രാർത്ഥിച്ചപ്പോ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ, ഇതുവരെ എഴുന്നേൽപ്പിക്കാത്തവരെ തട്ടി ഉണപ്പിക്കാൻ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവസഭ വരുമ്പോൾ ഹല്ലേലൂയ, അത് അവര് കാരാഗ്രഹത്തിലാണെങ്കിലും ബന്ധനത്തിലാണെങ്കിലും ഹല്ലേലൂയ ഭവനത്തിനകത്ത് സ്വാതന്ത്ര്യമില്ലാത്തവരാണേലും ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് തന്നെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഈ ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം തരുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിനക്കിട്ടിരിക്കുന്ന ബന്ധനങ്ങള് അവൻ ദൈവം അഴിച്ചുവിടുവാന്, ചങ്ങലകൾ അഴിച്ചുവിടുവാന്, നിനക്ക് ഹല്ലേലൂയ സ്വാതന്ത്ര്യമില്ലാതെ അടഞ്ഞു കിടക്കുന്ന വാതില് നിനക്ക് വേണ്ടി തുറക്കുവാൻ ഹല്ലേലൂയ ദൂതനെ വിടുവാൻ അവൻ വിശ്വസ്തനാണ്. ആ ദൂതനെ പത്രോസിനെ വെളിക്ക് വിടുന്ന പരിപാടി മാത്രമല്ല, ഹല്ലേലൂയ, ദൈവത്തിനറിയാം. ഹെരോദാവിന് ഇപ്പൊ പത്രോസിനെ വെളിവിട്ടാല്, ദൂതന്റെ വെളിവിട്ടാലും ഹെരോദാവ് വേറെ പിന്നെയും പിടിച്ച് ഹല്ലേലൂയ ഇട്ടെന്നിരിക്കും, ഇല്ല വേറെ ആൾക്കാരെ പിട്ടെന്നിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാവോ? ആ 12:23 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. പുറത്തെടുക്കുന്ന പരിപാടി മാത്രമല്ല, ബാക്കി എന്നേക്കുമായി ഹല്ലേലൂയ അല്ലേ ജാരക സന്തരക്ഷസാരക പിന്നെ ഒരിക്കലും നിനക്കെതിരെ ആമേൻ ഹല്ലേലൂയ പ്രതികൂലം വരാത്തവണ്ണം ഹല്ലേലൂയ അങ്ങനെ നിൽക്കുന്ന ശത്രുവിനെ എന്നേക്കുമായി നീക്കം ചെയ്യുവാൻ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ഏത് രാജാവാണേലും ഹല്ലേലൂയ ആമേൻ ദൈവജനത്തിനെതിരെ ആമേൻ എഴുന്നേൽക്കുന്ന ഏത് ശക്തിയെയും ഇല്ലാതാക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ, അതേ ദൂതൻ ഹല്ലേലൂയ
അവനെ ഇല്ലാതാക്കിയാണ്. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, സുവിശേഷ ദൈവവചനം വളരെ ശക്തിയോടെ ഹല്ലേലൂയ അവിടെ വ്യാപിച്ചു. ഹല്ലേലൂയ. ചിലപ്പോ ചിലതൊക്കെ കേട്ടോ, ഇതാ നാളുകളിൽ നിന്ന് ദേശത്ത് ഹല്ലേലൂയ സഭ വളരാത്തത് ചില ഹെരോദ ശക്തികള് നിന്റെ സഭയ്ക്കെതിരെ, വളർച്ചയ്ക്കെതിരെ, ആത്മീയത്തിനെതിരെ ദേശാദി ശക്തികള് ഈ ദിവസങ്ങൾ നിൽക്കുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ ഹല്ലേലൂയ, നമ്മുടെ ഭാരതത്തിന്റെ സുവിശേഷ വേലയ്ക്കെതിരെ നിൽക്കുന്ന ചില ശക്തികളെ ഈ ദിവസങ്ങളിൽ നീക്കം ചെയ്തുകൊണ്ട് സുവിശേഷം അതിശക്തിയായി വ്യാപരിക്കേണ്ടതിന് ഭരണാധികാരികളെ ദൈവത്തിന് അനുകൂലമായവരെ ആമേൻ. ഹല്ലേലൂയ. ദൈവജനമായിരിക്കുന്നവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ആരെല്ലാം എതിരെ, സുവിശേഷത്തിനെതിരെ, ദൈവത്തിന്റെ നാമത്തിനെതിരെ, പദ്ധതിക്കെതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും നീക്കം ചെയ്യുവാൻ കഴിയുന്ന ദൈവശക്തി അനുഭവിച്ചറിഞ്ഞ ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിനെ കുറിച്ച് പറയല്ല. അയ്യോ, ഇപ്പോഴത്തെ ആൾക്കാരുണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, അവരങ്ങനാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലല്ലോ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ക്രിസ്ത്യാനികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും ഇല്ലാതാക്കുവാൻ ദൈവശക്തി ഈ ദിവസങ്ങളിൽ ഇറങ്ങട്ടെ. നമ്മുടെ രാജ്യങ്ങളിൽ ഇറങ്ങട്ടെ, ദേശങ്ങളിൽ ഇറങ്ങട്ടെ, ഭവനങ്ങളിൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തല ജൂതലക്ഷസാരക നമ്മുടെ തലമുറയുടെ ജീവിതത്തില്, അവരുടെ ഭവനത്തില്, അവരുടെ കുടുംബ ജീവിതത്തില് ഈ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. അന്തര ജൂതലക്ഷസാരക ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെയൊക്കെ ഉന്നം വെച്ചുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, കുടുംബജീവിതത്തെ തകർക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ശരീരത്തെ ആരോഗ്യത്തെ തകർക്കുവാൻ രോഗങ്ങൾ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ, 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 ശുശ്രൂഷ ജയിപ്പിക്കാതെ ശുശ്രൂഷക്കെതിരെ രോഗിയാക്കിക്കൊണ്ട് വ്യാപരിക്കുന്ന രോഗശക്തിയെ ജയിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അതിനായി ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവജനം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രോഗിയായി, ക്ഷീണിയായി, അല്ലെ പോരാട്ടമാണ്, പ്രതികൂലമാണെന്ന് പറഞ്ഞിരിക്കുകയല്ല. അതിനപ്പുറം ഹല്ലേലൂയ, അവരെയൊക്കെയും ആ ശക്തികളെ, ആമേൻ, രോഗശക്തികളെ, ആമേൻ, ദുഷ്ടശക്തികളെ, ആമേൻ, ഹല്ലേലൂയ, ദേശാദി ശക്തികളെ ഇല്ലാതാക്കുവാൻ, ആഭിചാര ശക്തിയെ, അവൻ പാരമ്പര്യ ശക്തിയെ ഇല്ലാതാക്കുവാൻ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം എഴുന്നേറ്റ്, എഴുന്നേറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കൽപ്പിച്ചേ ഈ ദിവസങ്ങളിൽ ആത്മശക്തിയാൽ ജയിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങൾ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അന്ത ജാരക സംതലക്ഷസാരക ഹല്ലേലൂയ. നമുക്ക് കാണാം. ഹല്ലേലൂയ, ആമേൻ. ഏലിയാവ് ഒന്ന് വായിക്കണേ. 1 രാജാക്കന്മാർ 19 5 മുതൽ 7 വരെ. 1 രാജാക്കന്മാർ 19 5 മുതൽ 7 വരെ. അങ്ങനെ അവൻ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുറ്റ ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. അടുത്ത ഒന്നുകൂടെ. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഏലിയാവ് ആരായിരുന്നു? 63 വാക്കുകൾ കൊണ്ട് തീ ഇറക്കിയവൻ. എന്ത് പറ്റി? തീ ഇറക്കി കഴിഞ്ഞപ്പോൾ ജസബേലിന്റെ ശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒട്ടും ഓർത്തില്ല. ഹല്ലേലൂയ. ഓർക്കാപ്പുറത്താണ് വലിയ വിക്ടറി, കർമ്മേലിലെ വലിയ ഹല്ലേലൂയ ജയം കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ യെസബേൽ വന്ന് പറഞ്ഞു. 19ാം അധ്യായത്തിൽ ആദ്യം നമുക്ക് കാണാം, എല്ലാവർക്കും അറിയാവുന്ന കഥയായതുകൊണ്ട്. ഹല്ലേലൂയ. നാളെ ഈ സമയമാകുമ്പം ഹല്ലേലൂയ പ്രവാചകന്മാരെ 850 പേരെ കൊന്നതുകൊണ്ട് നാളെ ഈ സമയമാകുമ്പോ നിന്നെ അതുപോലെ ആക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
പിശാചി നാളെ എന്ന് പറയുന്ന ആളാ കേട്ടോ. ഹല്ലേലൂയ. അവൻ ഇന്ന് അത്ര കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലത്തല്ല. പിശാച് എപ്പോഴും നാളെ എന്ന. ഫറവോനും പറയും നാളെ നിങ്ങളെ വിട്ടേച്ചയക്കാം, അല്ലേ? ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ നാളെ പറഞ്ഞാണ് നമ്മളെ പേടിപ്പിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. സൂക്ഷിച്ചോണേ, ഈ നാളെ പറഞ്ഞ് ഹല്ലേലൂയ നാളെ എന്തായി തീരുവെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഈ ജെസബേലിന്റെ ശക്തി വന്നപ്പോൾ എന്താണ്, പെട്ടെന്ന് ഭയം ഏൽപ്പിച്ചു കൊടുത്തു. ആ ഭയത്തിനേൽപ്പിച്ചു. അതുകൊണ്ടാണ് ഭയത്തിന്റെ ആത്മാവനല്ലെന്ന് നമ്മൾ പറയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാറുമുണ്ട്, എന്നാലോ വിഷയങ്ങളുടെ മുമ്പിൽ ഭയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആമേൻ. ഹല്ലേലൂയ. കാരണം വിഷയങ്ങൾ മുമ്പിൽ വരുമ്പം ആമേൻ. ഹല്ലേലൂയ. റിയാലിറ്റിയാണ്. ഹല്ലേലൂയ. വിചാരിക്കാത്തത് ഒരിക്കലും. ആമേൻ. ഹല്ലേലൂയ. ക്യാൻസർ, ഒരാൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ക്യാൻസർ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് വരുമോന്ന് ഇതുവരെ അങ്ങോട്ട് ഓർത്തില്ല. അതാണെന്ന് പറഞ്ഞപ്പോ തൊട്ടേ എനിക്കങ്ങ് ഉറക്കവും ഇല്ല, എന്നോ ഇപ്പൊ എന്തുവാ ഭയം അങ്ങ് കയറിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണേലും വലിയ കല്യാണമൊക്കെ വലിയ ആഗ്രഹത്തിൽ കല്യാണം കഴിച്ചു വിട്ടു, പക്ഷെ പെട്ടെന്നായിരിക്കാം ഹല്ലേലൂയ അവര് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കുമ്പോ എന്തായി തീരുമെന്ന് പെട്ടെന്നൊരു ഭയം, ഒരു തോന്നല് പിശാചിടും. ഹല്ലേലൂയ. അത് മതി നിന്റെ ഉറക്കമില്ലാതാക്കാൻ. ഹല്ലേലൂയ. അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ദേശാദി ശക്തികള്, ജെസബേലിന്റെ ശക്തികള്, ആമേൻ. ഹല്ലേലൂയ. ആത്മീയരായവരെ, പ്രത്യേകിച്ച് ആത്മാവിൽ ഹല്ലേലൂയ ശക്തിയോടെ പ്രവർത്തിക്കുന്നവരെ, ശുശ്രൂഷയിൽ ഉള്ളവരെ, അന്തലെ ജാരക സപ്തലക്ഷസാരക, നിന്റെ ശുശ്രൂഷ ഇട്ടേ ചോടിക്കുവാൻ അന്താ ജാരക സപ്തലെ ജൂതലക്ഷസാരക, ആമേൻ. ജെസബേലിന്റെ ശക്തികള് ആമേൻ നിന്റെ ശുശ്രൂഷക്കെതിരെ എഴുന്നേൽക്കുമായിരിക്കും. ആ സമയത്ത് ഈ ദിവസങ്ങളില് ചൂടാട എടുത്ത് ഹല്ലേലൂയ തിന്നുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധാനത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. താങ്ക് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൂതനെ, കാക്കയല്ല ദൈവം വിട്ടത് കേട്ടോ, ദൂതനെ. കാരണം കാക്ക തിന്നിട്ട് പോത്തേ ഉള്ളൂ, ദൂതനെ അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്താണെന്നറിയാവോ? ദൈവത്തിനറിയാം ഒരു ചൂടട തിന്നിട്ട് എത്ര വട്ടം കേൾക്കുന്നു, പിന്നെയും കിടക്കുക. ഇന്ന് രാത്രി രണ്ടാമതും ഹല്ലേലൂയ മൂന്നാമതോ നാലാമതും ദൂതം വന്നിരിക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ. ഹല്ലേലൂയ. നീ തിന്നുകുടിച്ച് എല്ലാ ദിവസവും വചനം കേൾക്കുന്നുണ്ട്, എല്ലാ ബുധനാഴ്ചയും വചനം കേൾക്കുന്നുണ്ട്, തിന്നിട്ട് പിന്നെയും കിടക്കുക ചൂരച്ചെടിയില്. അയ്യോ മതിയേ, മതി 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 മതി. എന്നാലോ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ നിന്നെ എഴുന്നേൽപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പ്ലാന് തീർന്നിട്ടില്ല കേട്ടോ, പദ്ധതി തീർന്നിട്ടില്ല. ഇനി ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്, നിന്നിൽ കൂടെ ചെയ്തെടുക്കാനുണ്ട്, നിന്നിൽ കൂടെ പലരെയും അഭിഷേകം ചെയ്യേണ്ടതുണ്ട്, പലരും ദൈവരാജ്യത്തിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചൂരച്ചെടി പോരാ, ദൈവ ശബ്ദം കേൾക്കണം. ഒരു കാലത്ത് കേട്ടത് പോരാ. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളില് ആമേൻ ചൂടട. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഈ ദിവസങ്ങളില് ദൈവസന്നിധാനത്തിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. നീ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? എന്നാണ് അവസാനമായി കേട്ടത്? ഹല്ലേലൂയ. ആമേൻ. പൗലോസിനോട് ചോദിച്ചാൽ അറിയാം. ആമേൻ. കപ്പൽ ക്ഷേത്രത്തിന് എല്ലാവരും ആശയെല്ലാം പോയപ്പോൾ അതാ അതിന്റെ നടുവില് എഴുന്നേറ്റ് നിന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? എന്റെ ഉടവനും ഞാൻ സേവിക്കുന്നവനുമായ കർത്താവ് എന്നോട് ഇന്ന് ഹല്ലേലൂയ രാത്രിയില് ആമേൻ പറഞ്ഞു വന്ന് പറയുന്ന ദൈവ ശബ്ദം കേട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാണ് അവസാനമായി നീ ദൈവ ശബ്ദം കേട്ടത്? ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ദൈവം ഹല്ലേലൂയ നിന്നോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വയറുമുട്ടെ കിടക്കും, താൻ കഴിച്ചിട്ട് കിടക്കും, പിന്നെ എങ്ങനെ എഴുന്നേക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിമാരെ, ദൈവ ആത്മീയമായി വളരണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് നോക്കി രാത്രിയിലെ കഴിപ്പിച്ചിര കുറയ്ക്കണം. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ രാത്രിയിലൊക്കെ എഴുന്നേക്കാൻ നോക്കും. ഹല്ലേലൂയ. വയറുമുട്ടെ കിടന്ന എന്നോട് പറഞ്ഞ വയറുമുട്ടെ കിടക്കും. ഹല്ലേലൂയ. രാവിലെ ഒന്നും കഴിക്കാതായിരിക്കും ഓടുന്നത്. വന്നു കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയും എല്ലാവരുടെയും ബാലൻസും പ്ലേറ്റിലുള്ളതും അധികപ്പറ്റായിട്ട് ഇരിക്കുന്നതെല്ലാം നമ്മൾ പിന്നെ തീർക്കാൻ വേണ്ടി ഹല്ലേലൂയ നമ്മളായിരിക്കും
അടിച്ചിരിക്കും ഗാർബേജ്. ഹല്ലേലൂയ. അങ്ങനെ അടിച്ചു കിടക്കും. കാരണം രാവിലെ മുഴുവൻ കഴിക്കാത്തോണ്ട് മനസ്സും പറയും ഹല്ലേലൂയ ഇന്ന് മുഴുവൻ കഴിച്ചിട്ടില്ല, അവന് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ എല്ലാം കൂടെ അങ്ങ് കഴിച്ചേക്കാം, ബാക്കി വരുന്നല്ലോ അവരുടെ പ്ലേറ്റിൽ ഇരിക്കുന്നതും ആമേൻ അല്ല കുഞ്ഞുങ്ങളുടെ പ്ലേറ്റിൽ ഇരിക്കുന്നതും ബാക്കിയുള്ളത് ഇനി ഇത്രയുമായിട്ട് കോരി വെക്കുന്നത് എങ്ങനെ, എല്ലാം അങ്ങ് തിന്നും. ഹല്ലേലൂയ. പിന്നെന്തെടുക്കുമെന്ന് അറിയാവോ? ഭയങ്കര ഉറക്കമായി കിടക്കും. അല്ല നിങ്ങളുടെ കാര്യമല്ല, എന്റെ കാര്യം പറഞ്ഞ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞ അതുകൊണ്ടാണ് എഴുന്നേക്കാൻ വയ്യാത്ത, വീർത്ത് വരുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെങ്കിൽ, എഴുന്നേൽക്കണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കഴിക്കുന്നത് രാത്രിയിലൊക്കെ ഇച്ചിരി കുറയ്ക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ ദൈവവചനം കൂടുതൽ അങ്ങോട്ട് രാത്രി കഴിച്ചാട്ട് ദൈവത്തിന്റെ സന്നിധാനത്തിലെ സാന്നിധ്യം ഹല്ലേലൂയ അന്താചാരക സന്തരെ ജൂതരക്ഷസാരക ആമേൻ ഹല്ലേലൂയ അത് പ്രതീക്ഷിച്ചോട് രാത്രി ദൈവ ശബ്ദം കേൾക്കാൻ തന്നെ കിടക്കുക. രാത്രിയിൽ ഹല്ലേലൂയ അവൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ തന്നെ. ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. ശമൂവേൽ ബാലൻ എവിടാ കിടന്നത്? പെട്ടകത്തിന്റെ അടുത്താ കേട്ടോ, പെട്ടകത്തിന്റെ അടുത്ത് കിടക്കണം. ഹല്ലേലൂയ ആമേൻ. ദൈവശബ്ദം കേൾക്കാൻ തന്നെ കിടക്കണം. ഇന്റൻഷനലി കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നെ ഉണർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാൽ ഈ ദൈവശബ്ദം കേൾക്കും. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കഷ്ടതയുടെ നടുവിലും ഹല്ലേലൂയ ദൈവശബ്ദം കേൾക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ നടത്തും എന്നുള്ള ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എത്ര ഡോക്ടർമാരുടെ റിപ്പോർട്ട് പറഞ്ഞാലും ഹല്ലേലൂയ നിന്റെ ദൈവ ശബ്ദം നിന്നെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തും. നിനക്ക് ചലനം ഉണ്ടാകുന്നതാണ്, വിടുതൽ തരുന്നതാണ്. അതുകൊണ്ട് ദൈവ ശബ്ദം കേൾക്കുവാൻ ഹല്ലേലൂയ എഴുന്നേൽക്കുക 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 എഴുന്നേൽക്കുക. രാത്രി യാമങ്ങളിൽ എഴുന്നേൽക്കുക, അതിരാവിലെ എഴുന്നേൽക്കുക, ദൈവ ശബ്ദം കേൾക്കുവാൻ. ദൈവശബ്ദം മാത്രമേ നിന്നെ നിലനിർത്തത്തുള്ളൂ. ഹല്ലേലൂയ. അതിനുള്ള ആവശ്യമായ ബലം തരികയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവശബ്ദം കേൾക്കുവാൻ ഹല്ലേലൂയ അവന് ചൂടട അവനിൽ നിന്ന് പ്രാപിക്കുവാൻ ഹല്ലേലൂയ എഴുന്നേൽക്കുക. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. കിടന്ന പോലെ അങ്ങ് ഹല്ലേലൂയ മക്കളും കൊച്ചുമക്കളും ഹല്ലേലൂയ ഒക്കെ ഉള്ളവര് ഹല്ലേലൂയ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങല് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും പറയും ഹല്ലേലൂയ ഇച്ചിരി ബോധമൊക്കെ വരണം. ഹല്ലേലൂയ പണ്ടത്തെ പോലെ ഉറങ്ങരുത്. ഹല്ലേലൂയ കുഞ്ഞൊക്കെ ഉണ്ടായിരിക്കുമ്പം ഹല്ലേലൂയ അമ്മയാന്നോർത്ത് ഇച്ചിരി ഒരു കൊച്ചിന്റെ കരച്ചിലും ഒരു ചെവി ഇങ്ങനെ ഓർത്ത് വേണം കിടക്കാന്. ഹല്ലേലൂയ പണ്ടത്തെ പോലെ പോത്ത് പോലെ ഉറങ്ങരുതെന്നൊക്കെ എൻ്റെ അമ്മ ഹല്ലേലൂയ ഞാൻ ഓർക്കുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്ത് വന്നപ്പോ അമ്മ പറഞ്ഞു തരുമായിരുന്നു, ഇനിയൊരു കാര്യമുണ്ട് കേട്ടോ ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെയൊക്കെ മാറണം, ഇനി കൊച്ചുണ്ടായി. ഹല്ലേലൂയ ഞാൻ എപ്പോഴും ഓർക്കും. എന്നിട്ട് ഞാൻ ഒരു കഥ എന്നോട് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. ഹല്ലേലൂയ ആമേ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ വെളിയിലിരുന്ന് കളിച്ചപ്പോ കാണാം, പെട്ടെന്ന് കാണാം ഒരു കോഴി ഹല്ലേലൂയ പറക്കുന്നു, ഓളോട്ട് പറക്കുന്നു. അന്നേരം ഞാൻ ഓടിച്ചു, അമ്മ മീറ്റിങ്ങിന് പോകാൻ ഒരുങ്ങുമായിരുന്നു. വന്നേ കോഴി പറക്കുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞു, ഈ കോഴിയുടെ കാര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത്. നല്ലൊരു ഒരു ബ്രൗൺ പെടക്കോഴി ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും അതിനടിയിൽ ആ മുട്ട വെക്കുന്നത്. കാരണം അത് നല്ല അഗ്രസീവാണ്. പരുന്ത് വന്നാൽ ഒരുന്നിനെ വെളി വിടത്തില്ല. ഹല്ലേലൂയ ആമേൻ. അല്ലെങ്കിൽ ചെകഞ്ഞ് നടക്കുന്ന പിന്നെ കോഴിയാ. പക്ഷെ പൊരുന്ന വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ നടപ്പ്. ഹല്ലേലൂയ ചെകഞ്ഞ് മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. പക്ഷെ ഇങ്ങനെ നോക്കിയിരിക്കും. പരുന്ത് ആ തെങ്ങിന്റെ മണ്ടയിലുണ്ടെങ്കിൽ ഒരു പറക്കല. ഹല്ലേലൂയ ആമേൻ. പറക്കാനൊക്കത്തില്ലെന്നൊന്നും ചിന്തിക്കത്തില്ല. അവിടെ ഇരിക്കുന്നവരെ ചിറകടിച്ചാത്ത കോഴി പറക്കും. ഹല്ലേലൂയ. അതെന്റെ കൊച്ചിലെ ഹല്ലേലൂയ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ ഓർത്ത്, കർത്താവെ കോഴി പറക്കുമോ? അമ്മ പറഞ്ഞു പറക്കും. എങ്ങനാണ്? നല്ല പൊരുന്ന ഇരിക്കുന്ന കോഴി ഉണ്ടല്ലോ, അഗ്രസീവ് കോഴി. ഹല്ലേലൂയ അത് ഹല്ലേലൂയ അതിന്റെ ശക്തി കൊണ്ട് ആ പരുന്തിരിക്കുന്നിടത്ത് അത് പറക്കുന്ന കാണുവാനിടയായി. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ കുഞ്ഞു ഹല്ലേലോ വളരുമ്പോ ഉണ്ടല്ലോ ആമേൻ ഹല്ലേലൂയ നീ കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയല്ല, അതിന്റെ പുറകെ പോണം. ദാവീദ് അവന്റെ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ ആടുകളെ പോയപ്പോ ഒന്ന് പോട്ടെന്ന് വെച്ചില്ല. അപ്പൻ ഒത്തിരി ഉണ്ടല്ലോ, ഒന്ന് പോയിക്കോട്ടെ. ഹല്ലേലൂയ എനിക്ക് പേടിയാ സിംഹത്തിന്റെ പുറകെ പോകാൻ. നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടായോ? അതിന്റെ പുറകെ പോയാ എന്റെ കാര്യം എങ്ങനാ? ഹല്ലേലൂയ തിരിച്ചു
തിരിച്ചു വന്ന് എന്നെ കടിച്ചാലെന്നൊന്നും ഓർത്തില്ല. അവനറിയാം, ഹല്ലേലൂയ, അവന്റെ വിശ്വസ്തത ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവൻ പോയെന്ന് വന്നാലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ചെന്ന സിംഹം വന്നു അതിന്റെ വായിൽ നിന്ന് എടുത്തുവെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ ഏൽപ്പിച്ചത്, കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്, അമ്മയായിട്ട് നിനക്ക് തന്നെങ്കിൽ ശത്രു എടുത്തോണ്ട് പോകുന്ന കണ്ടിട്ട് നോക്കി നിൽക്കരുത്. അതിനെ ജയിക്കുവാൻ ശത്രുവിന്റെ ശക്തി അതിന്റെ കൈകളിൽ നിന്ന് പിടിച്ചോണ്ട് കൊണ്ടുവരുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ശക്തി ഉള്ളതെന്നറിയുന്ന അമ്മേ, മാതാവേ, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ എഴുന്നേൽക്ക്, ഹല്ലേലൂയ, മെതിക്കുവാൻ സീയോൻ പുത്രിയെ, മൈക്കായിക്കകത്ത് പറയുന്നുണ്ട്, എഴുന്നേൽക്ക, ഹല്ലേലൂയ, ആമേൻ, മെതിക്കുവാൻ, ചവിട്ടി മെതിക്കുവാൻ. ശത്രുവിന്റെ ഒന്ന് വായിക്കണേ, മൈക്ക 4 അവസാനത്തെ വാക്യൊന്ന് വായിച്ചേ. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേക ജാതികളെ തകർത്തു കളകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും. Praise the Lord. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇതൊന്നും എഴുതി വെച്ചല്ല കേട്ടോ, ഇത് നോക്കുന്നേ ഇല്ല. ഇപ്പം പരിശുദ്ധാത്മാവ് പറയുന്നല്ലേ ഞാൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം മെതിക്കുവാൻ, പാമ്പുകളെയും തേളുകളെയും സർവ്വ സാത്താന ശക്തികളെയും മെതിക്കുവാൻ, ചവിട്ടി മെതിക്കുവാൻ ശക്തി അധികാരം തന്ന പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം കേട്ടോ. ആമേൻ. ദേശത്ത് വ്യാപരിക്കുന്ന പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു യായേലിന്റെ കാര്യം. ഹല്ലേലൂയ. ദബോറ യുദ്ധത്തിന് പോയി. ഹല്ലേലൂയ. 20 വർഷക്കുമായിട്ട് സിസറ രാജാവ്, ഹല്ലേലൂയ, അടിമയായിട്ട് ഒരിക്കലും അതിനെ ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ, ദബോറയും ബാരാക്കും ആ യുദ്ധത്തിന് പോയത്. പക്ഷേ കൂടാരത്തിൽ ഇരിക്കുന്നവൾ ഭാഗ്യവതി എന്ന് യായേലിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയാമോ? നക്ഷത്രം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ആകാശവിധാനത്തിൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാലോ ശത്രുവിനെ തിരിച്ചറിയുന്ന ഒരു യായേൽ ഈ ദിവസങ്ങളില് ദേശാദി ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദെബോറായുടെ കരങ്ങളിൽ നിന്ന് വിട്ടോടുന്ന സിസറായെ കൂടാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ യായേലിന് കഴിഞ്ഞു. ഹല്ലേലൂയ. യായേൽ കൂടാരത്തിന് മുന്നിൽ നിൽക്കുക. എന്താണെന്നറിയാവോ? ആത്മാവിൽ അവൾ കണ്ടു, അതാ സിസറ അവന്റെ കൂടാരത്തിനെതിരെ വരുന്നത്. ആത്മാവിൽ കണ്ട് അതിനെ ഇല്ലാതാക്കുവാൻ അവൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളില് കൂടാരത്തിൽ പാർക്കുന്ന ദൈവ മക്കളെ, ദാസിമാരെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കൂടാരത്തിൽ പാർക്കുമ്പോൾ ശത്രുവിന്റെ നീക്കുപോക്കുകള് we need to have a discernment. ഹല്ലേലൂയ. ഓടി, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഓടി വരുന്നത് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ പാല് കൊടുത്ത് ഉറക്കി ഹല്ലേലൂയ നെറ്റിക്കിട്ട് കൊടുത്ത് ഇല്ലാതാക്കുന്ന, ചവിട്ടി മെതിക്കുന്ന ദൈവശക്തി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് നിന്റെ കൂടാരത്തിൽ കയറ്റണം കേട്ടോ. ശത്രുവിനെ ഹല്ലേലൂയ, ദേശത്തുള്ള ശത്രുവിനെ പ്രാർത്ഥന മുറിയില്, എന്റെ ആരാധനയില് ഇല്ലാതാക്കത്തക്കവണ്ണം ആത്മാവിന്റെ കൃപാവരങ്ങള് ഹല്ലേലൂയ ആമേൻ ഈ ദിവസങ്ങളില് ജ്വലിപ്പിച്ചെടുത്തുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ പ്രാർത്ഥിച്ചാല് അന്ന പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ പിന്നെ പറഞ്ഞു തുടങ്ങി, ഒരു പ്രവാചകയായി മാറുന്നു. അവിടെ പറഞ്ഞു തുടങ്ങിയ പ്രാർത്ഥന പിന്നെ മറിയ പാടുന്നുണ്ട്. ഹല്ലേലൂയ. അന്തലെ ജൂതലക്ഷസാരിക മറിയയുടെ ജീവിതത്തിൽ പാടുന്നുണ്ട്, സങ്കീർത്തനത്തിനകത്ത് പാടുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ഈ ദിവസങ്ങളില് ആമേൻ ഹല്ലേലൂയ നിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ആമേൻ എഴുന്നേൽക്കുക ആമേൻ. അതെല്ലാം ക്ഷീണിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് പ്രാപിച്ച അഭിഷേകമാ കൃപാവരങ്ങള് ഈ ദിവസങ്ങളില് അത് ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് ഈ ദിവസങ്ങളിൽ അതിനെ ജ്വലിപ്പിച്ചെടുക്കുവാൻ
ഹല്ലേലൂയ, എഴുന്നേൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നാളായി, എന്നാണ് അവസാനമായി ഉപവസിച്ചിട്ട്? നാളുകളായോ? ഹല്ലേലൂയ. എന്നാലോ ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുന്നു. എന്നാലോ ഈ ദിവസങ്ങളിൽ സുവിശേഷ വേലയിൽ ഒരു ആത്മീയ ശക്തി, ഈ ദിവസങ്ങളിൽ തേജസ് കണ്ട, മഹിമ കണ്ട, ഹല്ലേലൂയ, സാക്ഷികളായി തീരുവാൻ, ഹല്ലേലൂയ, ആമേൻ, ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്കുന്നുണ്ടോ? ആമേൻ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ആമേൻ, ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം രൂത്തിന്റെ കാര്യം. 1:6 ഒന്ന് വായിക്കണേ. രൂത്ത് 1:6. വേഗം വായിച്ചു തരണേ. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. ഹല്ലേലൂയ. പുറപ്പെട്ടെന്ന് പറഞ്ഞ എഴുന്നേറ്റ്, റൈസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. എഴുന്നേറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ എഴുന്നേക്കുന്നതെന്ന് അറിയാവോ? ദൈവം സന്ദർശിക്കുന്നെന്ന് കേട്ടപ്പോൾ. ഇതിന്റെ സന്ദർശന കാലം തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. കെൻഡക്കിയിലൊക്കെ ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, ഉണർവുള്ളത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയതാണ്. ഹല്ലേലൂയ, ആമേൻ. അവിടെ യൂണിവേഴ്സിറ്റിയിലെ പ്രാർത്ഥന, ഹല്ലേലൂയ, ഇതുവരെ നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ ആത്മാവ്, ഹല്ലേലൂയ, വ്യാപരിക്കുന്ന തിരിച്ചു കണ്ടുകൊണ്ട്, സന്ദർശന കാലം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ ദിവസങ്ങളിൽ സമയങ്ങളെയും കാലങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മോവാബിലാണേലും അവൾ മനസ്സിലാക്കി, ഹല്ലേലൂയ, ദൈവം സന്ദർശിക്കുന്നുവെന്ന്. ഇന്നത്തെ കാലത്തെ കൂടി ടെക്സ്റ്റും മെസ്സേജും ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ അവിടെ ശബ്ദം അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എന്തോ സംഭവിക്കുന്നെങ്കിൽ, മോവാബിലാണേലും ഒരു കാലത്തുള്ള, ഹല്ലേലൂയ, യെരൂശലേമിൽ നിന്ന് മോവാബി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാലത്തെ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ അത് തിരിച്ച്, ഹല്ലേലൂയ, വെളിയുള്ള ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, കുടുംബജീവിതം നിന്റെ വിളി നില്ലാതാക്കത്തില്ല കേട്ടോ. ദൈവം ഒരുവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. അത് അവസാനിപ്പിക്കുവാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായതുകൊണ്ട്, പ്രായമായതുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിളി, ഹല്ലേലൂയ, അവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. The God who began a good work, ഫിലിപ്പിയർ 1:4 പറഞ്ഞ്, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ഹല്ലേലൂയ, അത്, ഹല്ലേലൂയ, നമ്മളിൽ, ഹല്ലേലൂയ, അവസാനിപ്പിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അങ്ങനെ പുറപ്പെട്ട് എഴുന്നേറ്റോണ്ടാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത്രമാത്രം ഒരു മാനസാന്തരം വന്നതുകൊണ്ടാണ് മരുമോളും കണ്ടു. ഹല്ലേലൂയ, ആമേൻ. രൂത്തിന് മനസ്സിലായി, മോവാബി സ്ത്രീ ആണേലും നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. അവളും അതുപോലെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. എന്തിനാണ്? ബോവസിന്റെ കാൽക്കൽ കിടക്കാൻ. ഹല്ലേലൂയ. ഉദലജാരക സന്തലക്ഷസാരക. ദൈവത്തെ സേവിക്കുന്നതാണെങ്കിൽ നിന്റെ തലമുറയും, ഹല്ലേലൂയ, പിറക്കി നടക്കത്തില്ല കേട്ടോ. ചില വയലുകള് കൈവശമാക്കുവാൻ നീ എഴുന്നേറ്റാൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയും, ഹല്ലേലൂയ, ആ ബോസിന്റെ കാൽക്കല് പോയി. സമയമില്ലാത്തോണ്ട് അതൊക്കെ ഒന്നും വായിക്കുന്നില്ല കേട്ടോ. 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം, ഹല്ലേലൂയ, അവളും എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അന്തര ജൂതലക്ഷസാരക, ആമേൻ. ഈ ദിവസങ്ങളില്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ബോവസിന്റെ കാൽക്കൽ കിടന്നുകൊണ്ട് എഴുന്നേൽക്കുന്നു ഈ ദിവസങ്ങളില്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ നല്ല വീണ്ടെടുപ്പുകാരന് എഴുന്നേൽക്കുന്നവരെയും നിനക്ക് വേണ്ടി വീണ്ടെടുക്കുവാന്, തുള്ളനും പച്ചപ്പുഴും തുള്ളനും വെട്ടുക്കളും തിന്നുകളഞ്ഞ വർഷങ്ങള് ഞാൻ നിനക്ക് തിരികെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യോവേൽ 2:28, ഹല്ലേലൂയ, എങ്കില് പറയുന്നു, ഹല്ലേലൂയ, പറഞ്ഞെടുക്കുന്ന വീണ്ടെടുപ്പുകാരന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാൽക്കൽ ഈ ദിവസങ്ങളൊന്ന് കിടന്നേ, അത് തിരിച്ചു കിട്ടുന്ന കാലം വരെയും അവൻ എഴുന്നേൽക്കും കേട്ടോ. നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരുവാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അത് സമാപ്തി വരുന്നവരെയും, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യഥാസ്ഥാനപ്പെടുത്തുന്നവരെയും, ഹല്ലേലൂയ, ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നീ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. സ്വസ്ഥമായി ഇരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. 61 പറയുന്നത് പോലെ നീ സ്വസ്ഥമായി ഇരിക്കരുത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കിട്ടുന്നവരെയും അത് നമ്മുടെ ചുമതലയെ കേട്ടോ. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ചു കിട്ടുന്ന ചിലതൊക്കെ തുള്ളം കൊണ്ടുപോയി കാണും, പച്ചപ്പുഴും വെട്ടുക്കിളിയും തിന്നു കളഞ്ഞു കാണും. പക്ഷേ കർത്താവ് പറയുന്നു, സാരമില്ല, അത് കണ്ടിട്ട് നീ ദുഃഖിച്ചിരിക്കാനല്ല, ആ ദിവസങ്ങൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞവനെ ഒന്ന് വിശ്വസിച്ച് അവന്റെ കാൽക്കലൊന്ന് കിടന്ന് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി കാത്തിരുന്ന് അതിനുവേണ്ടി ആവശ്യമായ വിശ്വാസം. ഹല്ലേലൂയ. എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. സമയം മുന്നോട്ട് പോയോണ്ട് ഹല്ലേലൂയ. യോഹന്നാന്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 11-ാം അധ്യായം 28-29 വായിച്ചേ. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അതുവരെ ആദ്യം വന്നത് കേട്ടിട്ട് അനങ്ങിയില്ല കേട്ടോ. മനസ്സിനകത്ത് വലിയ ദുഃഖമൊക്കെ കാണും, എന്നാലും വന്നില്ലല്ലോ. ഹല്ലേലൂയ. മാർത്തയാ ഓടിപ്പോയത്. പിന്നെ മാർത്ത വന്ന് ചെവി വന്ന് പറഞ്ഞപ്പോഴാണ് ഒരു എഴുന്നേറ്റ് കേട്ടോ. ചിലപ്പോ ഉണ്ടല്ലോ മറിയപ്പോലെ ചിലര് ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസമാ, അല്ലല്ലോ, ദുഃഖം കൊണ്ട് കർത്താവ് വന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. സാരമില്ല കേട്ടോ. ഹല്ലേലൂയ. എന്റെ ചെവിയിൽ ഇന്ന് മന്ത്രിക്കുകയാണ്, പലതും കൊണ്ട് ദണ്ണം കൊണ്ട് ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്നാലും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ട് എനിക്കിങ്ങനെ വന്നെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, യേശു വന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിചാരിച്ച സമയത്ത് വന്നില്ലാത്തോണ്ട് നീ പിണങ്ങിയിരിക്കുകയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. യേശുവിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. രണ്ടുപേരും പറഞ്ഞു, പക്ഷേ നിന്റെ ദൈവത്തിന്റെ സമയമല്ല നമ്മുടെ സമയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി അവൻ വരും കേട്ടോ. നമ്മുടെ സമയത്തിന് നടന്നില്ലെന്നോർത്ത് നീ ഹല്ലേലൂയ ജീവിതത്തിൽ തകർന്നിരിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളൊന്ന് എഴുന്നേറ്റ് ഉദലജാരക സംദലക്ഷസാരക അവൻ ചെയ്യേണ്ട സമയം അപ്പോയിന്റഡ് ടൈം ആയി അറിഞ്ഞുകൊണ്ട് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും, താമസിച്ചാലും അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ദർശനം എഴുതിയിട്ട് ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ സമയത്ത് നടന്നില്ലെന്നോർത്ത് വിഷമിക്കണ്ട. ഹല്ലേലൂയ. ഈ മറിയെ കുറിച്ച് ഒരു 2-3 കാര്യം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു കേട്ടോ. മറിയെ എല്ലാരും എപ്പോഴും തെറ്റിദ്ധരിക്കുമായിരുന്നു. ആമേൻ. ഇവിടെ വന്ന് നമുക്ക് കാണാം 11-ന്റെ പോയി വായിച്ചാ മതി. ഹല്ലേലൂയ. 11-ന്റെ 31 വായിക്കുമ്പോ അറിയാം, അവരൊക്കെ ഓർത്തു മറിയ എഴുന്നേറ്റ് ഓടുന്ന കണ്ടപ്പോ കരയാൻ പോവാന്ന് ഓർത്തു. അല്ലേ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ കർത്താവിന്റെ സന്നിധാനത്തിൽ ഓടുമ്പോ പലർക്കും മനസ്സിലാകത്തില്ല. ഇപ്പൊ വലിയ പ്രാർത്ഥന, എന്നിട്ട് എന്താ ഇങ്ങനെ പറ്റിയത് അല്ലേ? പലരും അക്യൂസ് ചെയ്യും, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഉപവാസം, എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ, ഇല്ല നിന്റെ തലമുറയ്ക്ക് ഇങ്ങനെ വന്നല്ലോ, നിന്റെ ആരോഗ്യത്തിന് ഇങ്ങനെ വന്നല്ലോ, ഇതൊക്കെ പറയുന്നവര് കാണും. ഹല്ലേലൂയ. മറിയേം പറഞ്ഞു, ഓടുന്ന കണ്ടിട്ട് പറഞ്ഞു അവള് കരയാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, യേശു പാദപീഠത്തിൽ ഇരുന്നപ്പോ സ്വന്തം സഹോദരി പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഒന്ന് യേശുവിനോട് പറഞ്ഞു, ഒന്ന് പറ. ഹല്ലേലൂയ. ഒന്ന് വായിക്കണേ. ഹല്ലേലൂയ. വീട്ടിൽ വന്നപ്പോഴോ അതല്ല, ഒന്ന് വായിക്കണേ. ലൂക്കോസ് 10:39 ഒന്ന് വായിച്ച്. 39:40. ലൂക്കോസ് 10:39-40. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഒന്ന് പറയണേ. വീട്ടിൽ ചിലപ്പം കേട്ടോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ കണ്ടോ തുണിയൊന്നും നനച്ചിട്ടില്ല, പ്ലേറ്റ് എല്ലാം സിങ്കിനകത്ത് കിടക്കുക, പ്രാർത്ഥിക്കാനിരിക്കുക, എപ്പോഴും ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്യുന്നു, പ്രാർത്ഥിക്കണം കർത്താവിനോട്. കർത്താവെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നോണ്ട് അങ്ങോട്ട് പോയി ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ അരമണിക്കൂർ ഉള്ളത് കർത്താവെ 15 മിനിറ്റും കൊണ്ട് വേകാനുള്ള കൃപ തരണേ. ഹല്ലേലൂയ. അങ്ങോട്ട് പ്രാർത്ഥിച്ചേ. അബ്ദല ജൂതലക്ഷസാരിക പ്രഷർ കുക്കറിന്റെ ഹല്ലേലൂയ ഷൂന്ന് അടിക്കാൻ വേഗം അടിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, കാരണം വേഗം പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അതിന്റെ അകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രത്തിനൊരു സൂത്രമുണ്ട് കേട്ടോ. അതങ്ങൊക്കെ പറഞ്ഞങ്ങോട്ട് ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി പോകാൻ വന്നിട്ട് പെട്ടെന്ന് ഹല്ലേലൂയ അച്ചായനും പിള്ളേരും ഒക്കെ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അത് ചെയ്യാൻ ഹല്ലേലൂയ ആമേൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അംദാ ജാരക സംദലക്ഷസാരക ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ പിന്നെ മീറ്റിങ്ങിന്റെ സൈഡിൽ 100-200 കട്ട്ലേറ്റ് ഇവിടെ 60-70 പേർക്കൊക്കെ ഞാൻ ഞങ്ങളുടെ സഭയുടെ എല്ലാ
ഊണും ഉണ്ടാക്കുന്നോണ്ടാ ഈ പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നാട്ടിലെ പോലെ നമുക്ക് ഇവിടെ ഒന്നും ഹെൽപ്പൊന്നും ഇല്ലല്ലോ. അതിന്റെ നടുവിൽ കർത്താവ്, ഹല്ലേലൂയ, അന്തരേ ജാരക സന്തലക്ഷ സാരക, ഇത്രയും ഉള്ളപ്പോ പോലും, ഹല്ലേലൂയ, മീറ്റിങ്ങിന് പോയിട്ടും ഇത്ര ആൾക്കാർക്ക് ആഹാരം ഉണ്ടാക്കേണ്ടപ്പോഴും കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ബലം തന്ന് ശക്തി തന്ന്, ഹല്ലേലൂയ, സമയത്തിന് ചെയ്തു തീർക്കാൻ, ഹല്ലേലൂയ, ശുശ്രൂഷയുടെ മുമ്പില് ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, പ്രസംഗിക്കാൻ മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, നിന്റെ അടുക്കളയ്ക്കകത്തും വ്യാപരിക്കുന്ന ദൈവശക്തി, ഹല്ലേലൂയ, ഓദാ ജാരാ. അതുകൊണ്ട് അതൊന്നും തടസ്സമായിരിക്കരുത് കേട്ടോ. സുവിശേഷം പറയുവാൻ തടസ്സമായിരിക്കരുത്. നീ എഴുന്നേറ്റാല് നിന്നെ ചെയ്യുന്ന നിന്റെ കൈയുടെ എല്ലാ പ്രവർത്തികളെയും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എസ്തർ എഴുന്നേറ്റ് കേട്ടോ. എസ്തർ എന്തിനാന്ന് എഴുന്നേറ്റെന്ന് അറിയാവോ? 8:3 മുതൽ 5 വരെ വായിക്കുമ്പോ അറിയാം. ഹല്ലേലൂയ, ആമേൻ. ഹാമാന് എഴുതിയ രേഖ, ഹല്ലേലൂയ, നീട്ടിയതാ. പിന്നെയും പോരാ കേട്ടോ. അതിനു വേണ്ടി ജനത്തിനെതിരെയുള്ള രേഖ മാറ്റുവാൻ, ആമേൻ, രാജാവിന്റെ സന്നിധാനത്തിൽ മുറി കൊണ്ട് നിറയാണ്. ഈ ദിവസങ്ങളിൽ നീ എഴുന്നേറ്റ് നിന്റെ വിലയേറിയത്, സുവിശേഷത്തിനാണേലും, ഹല്ലേലൂയ, നിന്റെ തലമുറ ഈ ദിവസങ്ങളിൽ കാണണമെങ്കിലും, ഇറ്റ് കോസ്റ്റ്, ഹല്ലേലൂയ, we have to pay the price. എന്ത്, ഹല്ലേലൂയ, മറിയെ കൊള്ളതെല്ലാമാണ് അവള് പൊട്ടിച്ച് യേശുവിന്റെ കാൽക്കലിട്ടത്. വിലയേറിയ, ഹല്ലേലൂയ, പരിമള തൈലമുള്ള ആ കുപ്പിയാണ്. പൊട്ടിക്കുകയായിരുന്നു കേട്ടോ, ഒഴിക്കുകയല്ലായിരുന്നു. പതുക്കെ അടപ്പ് തുറന്ന് പിന്നെ ഇച്ചിരി കുറച്ച് കാലി വെച്ചിട്ട് നാളത്തേക്ക് പിന്നെ വല്ലവരെയും കണ്ടാ പിന്നെ ഒഴിക്കാൻ വേണ്ടി വെക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ, she didn't worry about it. She broke that bottle. ഹല്ലേലൂയ, ആ മുറി നിറഞ്ഞെന്ന ഈ ദിവസങ്ങളില് സുവിശേഷത്തിന് വേണ്ടി നിനക്കുള്ളതൊക്കെ ഒന്ന് ഈ ദിവസങ്ങളില് ചെലവാക്കപ്പെടുവാൻ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തെ ഒന്ന് തുറന്നാട്ട്, നിന്റെ പേഴ്സ് ഒന്ന് തുറന്നാട്ട്, നിന്റെ, ഹല്ലേലൂയ, സമയം ഒന്ന് ദൈവത്തിന് കൊടുത്താട്ട്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ പരിമള തൈലം മുറി നിറയാണ്. when we pay the price, ഹല്ലേലൂയ, ഹല്ലേലൂയ, സുഗ്രാഹ്യമായി ദൈവത്തിന് പ്രസാദമായി, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവസാനമായി എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ, ഒന്ന് വായിക്കണേ, ഹല്ലേലൂയ, ആമേൻ. പിന്നെ ഉത്തമഗീതം, സോങ് ഓഫ് സോളമൻ, പിന്നെ 2:13-14 ഒന്ന് വായിച്ച്. 2:13-14. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇൻപമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. അവസാനമായി പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ കളങ്കം പറ്റാതെ അവന്റെ പാറയുടെ കടുംതൂക്കി ഇരിക്കുന്ന പ്രാവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ഒന്ന് എഴുന്നേക്ക്. ദൈവത്തിന്, ഹല്ലേലൂയ, നമ്മുടെ ശബ്ദം കേൾക്കുവാൻ, നമ്മുടെ സൗന്ദര്യം ഒന്ന് കാണാൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ കളങ്കം പറ്റാതെ അവന് വേണ്ടി, ഹല്ലേലൂയ, ജീവിതം സൂക്ഷിക്കുന്ന മണവാട്ടിയാകുന്ന ദൈവത്തിന്റെ സഭയെ, ഹല്ലേലൂയ, ഈ ദിവസം എഴുന്നേൽക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് 2:2 വായിക്കണേ. 2:2, പിന്നെ ഞാൻ അതോടുകൂടി നിർത്തുകയാണ്. 2:2. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. ഹല്ലേലൂയ. എവിടാ ഇരിക്കുന്നേ? മുള്ളിനകത്തെ താമര പോലെ ആണെങ്കിലും, ഹല്ലേലൂയ, കർത്താവ് കാണുന്നുണ്ട് കേട്ടോ, മുള്ളിനരികെയാണെന്ന്. എങ്കിലോ അതിനകത്ത് 4-ാം വാക്യം ഒന്ന് വായിക്കണേ. അവൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. എന്റെ മീതെ പിടിച്ചിരിക്കുന്നത് അവന്റെ കൊടി. കൊടിയുടെ പേരെന്നാണ്? സ്നേഹത്തിന്റെ കൊടിയാണ്. മുള്ളിന്റെ നടുവിലാണെങ്കിലും നിന്റെ മീതെ അവന്റെ സ്നേഹമുണ്ട്. ആര് പിരിഞ്ഞാലും പിരിക്കാത്തവനായി, സ്നേഹിക്കാൻ ആരുമില്ലാത്തപ്പോഴും സ്നേഹിക്കാനായി, കരുതാൻ ആരുമില്ലാത്തവരുമായി കരുതാനായി, നിന്റെ മീതെ നിന്റെ ഭർത്താവായി, നിന്റെ സൃഷ്ടിതാവായി, നിന്റെ എല്ലാമായി
ഹല്ലേലൂയ. പിടിച്ചിരിക്കുന്ന കൊടി ദൈവ സ്നേഹമായിരിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളൊന്ന് എഴുന്നേറ്റ്, വേറൊന്നും കൊണ്ടല്ല, ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാൽവറിയില് ഹല്ലേലൂയ അവന്റെ സ്നേഹം ഓർത്തെങ്കിലും എഴുന്നേറ്റ്. ഹല്ലേലൂയ. എന്റെ പ്രാവേ, ഹല്ലേലൂയ, അവൻ നിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ സൗന്ദര്യം കാണുവാനായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ കടുന്തൂക്കില്, അവന്റെ മറവില്, ഹല്ലേലൂയ, നമ്മളെ കാണാതെ അവന്റെ ഹല്ലേലൂയ അവനിൽ ചാരിക്കൊണ്ട് ആ ക്രൂസിന്റെ തണലിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ദൈവം പറയുന്നു, എനിക്ക് നിന്നെയാണ്, അതുകൊണ്ട് നിന്നെയാണ്, നിന്റെ ശബ്ദമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ സൗന്ദര്യമാണ് എനിക്ക് കാണേണ്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളൊന്ന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ കൊടിയെന്ന് അറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, അവൻ അറിയുന്നു നമ്മൾ ഇരിക്കുന്നത് മുള്ളിനിടയിലാണെങ്കിലും, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഓർപ്പിക്കുന്നവന്റെ സ്നേഹം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സഹിക്കാനും വഹിക്കുവാനുള്ള കൃപ അവൻ തരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.